മൈ ഡിയർ സ്റ്റുഡൻറ്റ്, വെൽക്കം ബാക്ക് ടു ലേൺ ആൻഡ് ഗ്രോ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് 10th സ്റ്റാൻഡേർഡിലെ ബയോളജി. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. നിങ്ങൾക്ക് 15 മിനിറ്റ്സ് സ്കൂൾ ഓഫ് ടൈം ഉണ്ടാവും അല്ലേ, ക്വസ്റ്റ്യൻ ആൻസർ റീഡ് ചെയ്യാനും പ്ലാൻ ചെയ്യാനും ഒക്കെ ഉള്ള അവസരം ഉണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫസ്റ്റ്, arrange the columns in the table given below in the appropriate order and select the correct answer from the option given. Arrange the കോളം. അപ്പോൾ ഇവിടെ 2 ബോക്സിൽ കൊടുത്ത് സയൻറ്റിസ്റ്റിൻ്റെ പേരും അവരുടെ എവല്യൂഷൻ ഓഫ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ കോൺട്രിബ്യൂഷനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് താഴെ 1 2 3 4 എന്ന് കണ്ടില്ലേ, അതിൽ ഏതാണ് ശരിയായിട്ടുള്ളതെന്ന് തിരഞ്ഞെടുക്കാൻ ഇതാണ്. ഇപ്പോൾ തോമസ് മാത്യൂസ് ഏതാണ്? ക്യൂ ആണ് അല്ലേ. പോപ്പുലേഷൻ ഗ്രോത്ത് ഈസ് കോസിങ് നാച്ചുറൽ റിസോഴ്സസ് ടു ബിക്കം ലിമിറ്റഡ്. ചാൾസ് ഡാർവിൻ ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ്. ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർ ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടർ. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ 1 Q 2 R 3 P ആയിട്ടാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ്? 1. അപ്പോൾ ലാസ്റ്റ് 4th 1 ആണിത് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, evaluate the statement and reason and choose the correct answer. Statement: the roan coat is seen in some cattle and horses is an example of codominance. Reason: the allele for the dominant trait cannot completely mask the allele for the recessive trait. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റും റീസണും ശരിയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, ബട്ട് ദ റീസൺ ഈസ് ഇൻകറക്റ്റ്. ഓക്കെ, തേർഡ് 1 ആണ് ഇതിൽ കറക്റ്റ് ആയത്. ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ബട്ട് ദ റീസൺ ഈസ് ഇൻകറക്റ്റ്. എന്തുകൊണ്ടാണ് റീസൺ ഇൻകറക്റ്റ് ആയത്? ബിക്കോസ് ഇൻ കോഡോമിനൻസ് ബോത്ത് അലീൽ എക്സ്പ്രസ് ഈക്വലി, നോട്ട് ബിക്കോസ് വൺ ഫെയിൽ ടു മാസ്ക് ദ അതർ. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റിലേറ്റഡ് ടു ദ പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ. ഓക്കെ, ഏതാണ് താഴെ കൊടുത്ത ട്രാൻസ്ക്രിപ്ഷനുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ളത്? DNA mRNA, DNA പ്രോട്ടീൻ, mRNA പ്രോട്ടീൻ, mRNA DNA. ഏതാണ്? 4th 1 ആണ് കേട്ടോ കറക്റ്റ് ആൻസർ, mRNA DNA. ബിക്കോസ് ട്രാൻസ്ക്രിപ്ഷൻ ഈസ് എ പ്രോസസ് വെയർ mRNA ഈസ് സിന്തസൈസ്ഡ് ഫ്രം DNA ടെംപ്ലേറ്റ്. ഓക്കെ, നോക്കാം. ഒബ്സർവ് ദ ഇല്യൂസ്ട്രേഷൻ ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ടോൾ ആൻഡ് റൗണ്ട് സീഡഡും ഡ്വാഫ് ആൻഡ് വിംഗേഡ് സീഡഡും തമ്മിൽ ക്രോസ് ചെയ്തപ്പോൾ അവിടെ എ ഇല്ലേ, അവിടെ നമ്മൾ എന്താ എഴുതുക? സ്മോൾ TTRR ആണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് TR ഉണ്ടായി. അപ്പോൾ ഇവിടെ ബി ഇല്ലേ, ഡാഷ്, അവിടെ എന്ത് ചെയ്തു? കംപ്ലീറ്റ് A ആൻഡ് B എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബീൻ്റെ അവിടെ ക്യാപിറ്റൽ T ആൻഡ് R അല്ലേ. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് F1 പ്ലാന്റ്? അപ്പോൾ F1 പ്ലാന്റ് കണ്ടില്ലോ, TTRR. അപ്പോൾ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്താണ്? ടോൾ ആൻഡ് റൗണ്ട് സീഡഡ്. ഓക്കെ, ഓർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒബ്സർവ് ദ ഇല്യൂസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. X ആൻഡ് Y. ഐഡൻറ്റിഫൈ ദ നെയിം ഓഫ് RNAs X ആൻഡ് Y. അപ്പോൾ ഇവിടെ RNAസിൻ്റെ X ആൻഡ് Y ഇല്ലേ, അതിൻ്റെ നെയിം ഏതാണ്? റൈറ്റ് 1 ഫങ്ഷൻ ഓഫ് X ആൻഡ് 1 ഓഫ് Y. അപ്പോൾ ആൻസർ എക്സിൻ്റെത് RNA tRNA. ഓക്കെ, പിന്നെ ഹെൽപ്പ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ബോണ്ട് ബിറ്റ്വീൻ അമൈനോ ആസിഡ് ടു ഫോം എ പ്രോട്ടീൻ. പിന്നെ വൈൻ്റെതാണെങ്കിൽ ബ്രിങ് സ്പെസിഫിക് അമൈനോ ആസിഡ് ടു ദ റൈബോസോം അക്കോർഡിംഗ് ടു ദ മെസ്സേജ്. ദ ഇലക്ട്രിക് ചാർജ് ഓൺ ദ ഈച്ച് സൈഡ് ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് എ നെർവ് സെൽ ഈസ് ഇല്യൂസ്ട്രേഷൻ ബിലോ. Analyze it and answer the question. Non-stimulated state. Okay, what changes occur in this state when stimulated? How does this change result in the transmission of impulse? When not stimulated, the outer surface of the cell membrane is positively charged and the inner surface is negatively charged. Okay, and when stimulated, positive ion from outside cell membrane enter the cell. As a result, a temporary charge variation in that region occur and this potential transmit as an impulse. The diversity in the beak of finches on the Galapagos Island helped them survive. Explain using indicator given below. Indicators: the reason for the diversity in the beak of finches: survival and reproduction. The beak of Galapagos finches varied in shape and size depending on the availability of food resources around them. Those with beak suited to each environment survived and produced more offsprings. Or question: although Darwin's theory of natural selection was criticized because he did not understand the genetic basis of variation, it later gained wider acceptance. Explain this statement based on finding the Neo-Darwinism.
അപ്പോൾ നിയോ ഡാർവിനിസത്തിനെ കുറിച്ച് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. Darwin was unable to explain how variation occurs in organisms. Later, it was recognized that the causes of variation that leads to evolution were genetic changes, genetic recombination during sexual reproduction, and gene flow. Thus, more information from the field of population genetic, paleontology, environmental science, etc., were added to Darwinism to form uncritically rationalized Neo-Darwinism. The genetic structure of a person is given below. Analyze it and answer the question. Okay, 44 plus XX. What do 44 and XX indicate? Is the person with genetic structure male or female? Why? ഓക്കെ, അപ്പോൾ ഒരു പേഴ്സൻ്റെ ജനറ്റിക് സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഇതിൽ 44ഉം XX എന്നില്ലേ, അത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അതുപോലെ തന്നെ അത് മെയിലാണോ അല്ലെങ്കിൽ ഫീമെയിലാണോ, ആണെങ്കിൽ എന്തുകൊണ്ട്? ഇവിടെ 44 എന്ന് പറയുന്നത് സൊമാറ്റിക് ക്രോമസോംസ് ആണ്, XX സെക്സ് ക്രോമസോം അല്ലേ. അപ്പോൾ സെക്സ് ക്രോമസോം ഡിറ്റർമൈൻ എ പേഴ്സൺ ആസ് എ ഫീമെയിൽ അല്ലേ. എക്സും ആണെങ്കിൽ അത് ഫീമെയിലാണ്. Part of a scientific article about the evolution of life is given below. Read it and answer the question. Random changes in the genes that are passed down from generation to generation have a major impact on the evolution of life. ഓക്കെ, അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ ജനറ്റിക് പ്രോസസ് മെൻഷൻഡ് ഇൻ ദ സയൻറ്റിഫിക് ആർട്ടിക്കിൾ? ഹൗ ഡസ് ദിസ് പ്രോസസ് ഇൻഫ്ലുവൻസ് ദ എവല്യൂഷൻ ഓഫ് ലൈഫ്? Mutation. This causes changes in genes leading to variation, may be evolution. Suggest any two reasons that leads to this process. അപ്പോൾ ഈ പ്രോസസ്സിലേക്ക് നയിച്ച 2 കാരണങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. Errors during DNA replication, exposure to certain chemical radiation, etc. Any two we can write. The illustration and write the answer. Overproduction, struggle for existence. Which theory of evolution is indicated here? Who proposed this theory? അപ്പോൾ ആരാണ് ഈ ഒരു തിയറി പ്രൊപ്പോസ് ചെയ്തത്? സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. ഡാർവിനിസം അല്ലേ, ഡാർവിനിസം. ദ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ ആണ്, ചാൾസ് റോബർട്ട് ഡാർവിൻ ആണ്. What is the significance of variation in the situation show in the illustration? എന്ത് സിഗ്നിഫിക്കൻസ് ആണ്? Organism with a favorable variation overcome the struggle for existence. They survive and reproduce more effectively and create new generation. Give the reason why chromosomes are responsible for the development of male embryo. Okay, അപ്പോൾ Y chromosome എന്തുകൊണ്ടാണ് ഡെവലപ്മെൻറ്റ് ഓഫ് മെയിൽ എംബ്രിയോക്ക് കാരണമാകുന്നത്? The Y contains SRY gene is responsible for the development of testes in the embryo. When tall plants with red flower are crossed with the short plants with white flower, in the second generation, some plant may be tall with a white flower. Reason ഏതാനാണ് കേട്ടോ. അപ്പോൾ tall plants with red flower ക്രോസ്ഡ് വിത്ത് ഷോർട്ട് പ്ലാൻ വിത്ത് വൈറ്റ് ഫ്ലവർ. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് ജനറേഷനിൽ ഉണ്ടാവുന്നത് ടോൾ പ്ലാൻ വിത്ത് വൈറ്റ് ഫ്ലവേഴ്സ് ആയിരിക്കും. വൈ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബിക്കോസ് ഈച്ച് റൈറ്റ് ഈസ് ഇൻഹെറിറ്റഡ് ഇൻഡിപെൻഡൻ്റ്ലി ടു ദ നെക്സ്റ്റ് ജനറേഷൻ വിത്തൗട്ട് മിക്സിംഗ് ഈച്ച് അതർ. ഈസ് ദ ഗിവൻ പിക്ചർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ഒരു പിക്ചർ നോക്കിയാൽ, ഇൻ ദ പിക്ചർ വിച്ച് പാർട്ട് ഈസ് മാർക്ക്ഡ് ആസ് എക്സ്. അപ്പോൾ ഇതിൽ എക്സ് മാർക്ക് ചെയ്ത പാർട്ടില്ല, അത് ഏതാണ്? ഹൗ ഈസ് ദിസ് പാർട്ട് ഡിഫറെൻറ്റ് ഫ്രം ദ സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം? Marked part is myelin sheath. Okay, in brain and spinal cord the sheath is formed by oligodendrocytes, and in peripheral nerves it is formed by Schwann cells. Write 3 function of the part of X. അപ്പോൾ ഈ എക്സ് പാർട്ടിൻ്റെ ഫങ്ഷൻ എന്ന് വെച്ചാൽ മൈലിൻ ഷീത്തിൻ്റെ ഫങ്ഷൻസ് ചെയ്താനാണ്. Myelin sheath act as a insulator, increase the speed of impulse transmission and provide nourishment and protecting it from external injuries. The structure of synapse which found in the junction of 2 nerve cell is illustrated below. Observe this and answer the question. Okay, what does P present? What is the general name of the chemical seen here? അപ്പോൾ ഇവിടെ ഈ പി എന്നത് കാണിക്കുന്നില്ലേ, അപ്പോൾ എന്താണത്? അപ്പോൾ അതിൻ്റെ ജനറൽ നെയിം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രീ സിനാപ്റ്റിക് നോബാണ്. അപ്പോൾ ജനറൽ നെയിം ന്യൂറോ ട്രാൻസ്മിറ്റർ. ഹൗ ഡസ് ദിസ് പാർട്ട് ഹെൽപ്പ് കൺട്രോൾ ദ സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ്
nerve impulses. Neurotransmitter bind with the receptors of postsynaptic membrane and stimulate that neuron. Movements, how does this part help to improve the efficiency of brain function? Synapses transmit the impulses to only one direction and increase the speed of impulses. Advanced mental processes are made possible with the help of synapses of neocortex. Observe the illustration of chromosome given below. Answer the question. Okay, അപ്പോൾ ക്രോമസോമിൻ്റെ പിക്ചർ കൊടുത്തിട്ട് ഐഡൻറ്റിഫൈ ദ പാർട്ട് ലേബിൾഡ് പി ആൻഡ് ക്യൂ. അപ്പോൾ ഇതിൽ ലേബൽ ചെയ്ത പി ആൻഡ് ക്യൂ എന്താണ്? ഈ ക്രോമാറ്റിഡ്സ് ആണ് അല്ലേ. ക്യൂ എന്ന് വെച്ചാൽ സെൻട്രോമിയർ. How is the structure shown in the diagram formed by combination of DNA and protein? 8 histone protein joined together to form histone octamer. DNA strand wind around this octamer to form nucleosome. The chromosome is formed by packing and coiling numerous nucleosomes and recoiling the chains of nucleosomes. Next, a process that causes variation in organism is shown below. Observe it and answer the question. Okay, അപ്പോൾ stage 1 and stage 2 ഇവിടെ കണ്ടല്ലോ. What is this process? In which cell division does this process takes place? അപ്പോൾ ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്താണ്? In which cell division does this process takes place? Crossing over ആണ് അല്ലേ. The cell division process is meiosis. Meiosis ആണ് ഇവിടെ നടക്കുന്നത്. List the activities that takes place in the stage 1 and 2. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ആക്ടിവിറ്റി ഏതാണ്? How does this process leads to variation? Stage 1, during the first phase of meiosis, pairing of homologous chromosomes occur. Then stage 2, chromatids at the chiasma region exchange the broken segment each other. Okay. അപ്പോൾ this exchange of genes, a recombination of alleles occur, resulting the appearance of new trait in the offsprings. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.